പുതിയ ഒരു ദിവസം, പുതിയ പാട്ടുകൾ. അതെ, വീണ്ടും സൺഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുസ്വാഗതം. അത് ശരി, രണ്ടു വാക്കിലോ അല്ല, എന്തായാലും വന്നു. നമ്മൾ സാധാരണ ഒറ്റയ്ക്കാണല്ലോ നിങ്ങളെ സ്വാഗതം ചെയ്യാറ്. അപ്പൊ നിങ്ങൾ വന്ന് ഓരോ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടി തരാറുണ്ട്. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോ ഒരുമിച്ചുള്ള പാട്ട് ഇല്ലെങ്കിൽ കൂടി 4 വരി, ഓക്കെ, 4 വരി അല്ലെങ്കിൽ 4 വരി അതായിരുന്നു. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, വള്ളുവനാടൻ പെണ്ണ്, എന്റെ വള്ളിക്കുടിലിനുള്ളിലിന്നലെ വിരുന്നു വന്നു, വെറുതെ വിരുന്നു വന്നു. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, വള്ളുവനാടൻ പെണ്ണ്, എന്റെ വള്ളിക്കുടിലിനുള്ളിലിന്നലെ വിരുന്നു വന്നു, വെറുതെ വിരുന്നു വന്നു. വെള്ളിച്ചിലങ്കയണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, വള്ളുവനാടൻ പെണ്ണ്. ഏതാണ് ആ പെണ്ണ്? ആ പെണ്ണിനെ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡെയിനിന് വേറൊരു പെണ്ണിനെ കുറിച്ച് പാടി. അല്ല, ഈ പെണ്ണ് വള്ളുവനാടൻ പെണ്ണ് എന്റെ വീട്ടിലുണ്ട്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള ആളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നല്ലോ അല്ലേ? അതെ, അത് ഭാര്യ കണ്ടോണ്ടിരിക്കുന്നുണ്ട് പരിപാടി. മഞ്ജരി 4 വരി, ഓക്കെ. വടക്കത്തക്കല്ല പെടക്ക ചക്കന്റെ പൊരക്കകത്ത് നീ കറീന, മുഖത്ത് മുത്തണ കണക്ക് ബക്കണ കടക്കകത്ത് നീ പോയിന, വടക്കത്തക്കല്ല പെടക്ക ചക്കന്റെ പൊരക്കകത്ത് നീ കറീന, മുഖത്ത് മുത്തണ കണക്ക് ബക്കണ കടക്കകത്ത് നീ പോയിന, കൗമാരക്കടന്നല്ല കവിളത്ത് കടിച്ചപ്പോ 16 തികഞ്ഞത് കണ്ടീന, ഇരുമിഴിക്കരികത്ത് മിടിച്ച പുഞ്ചിരിയൊന്ന് ഷർബത്തിൻ നിറമൊന്ന് ചൂടീന ചൂടീന. വടക്ക് തെക്കല്ല പെടക്ക് ചക്കന്റെ പൊരക്കകത്ത് നീ കറീന, മുഖത്ത് മുത്തണ കണക്ക് ബക്കണ കടക്കകത്ത് നീ പോയിന. അപ്പൊ വേണിച്ചേട്ടൻ മഞ്ജരി, അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം ആരംഭിച്ചാലോ? അതെ, ഓക്കെ. അപ്പൊ അടങ്ങി നിൽക്കുക കുറച്ച്. താങ്ക് യു. ഓക്കെ, ഓർക്കസ്ട്ര റെഡി അല്ലേ? റെഡി. ജഡ്ജസ് റെഡി. ഓഡിയൻസ് റെഡി. അപ്പോ എല്ലാവരും റെഡിയായ സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ മത്സരം ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഒരിക്കൽ കൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ ഈ ഒരു ക്വാർട്ടർ ഫൈനൽ നടക്കുന്നത്. 1 ക്യാരക്ടർ റൗണ്ട്, 2 മാസ്റ്റേഴ്സ് ഫേവറേറ്റ് സോങ്സ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാശിയേറിയ പോരാട്ടം തന്നെ കാണാം. എത്രയും പെട്ടെന്ന് ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? ചെയ്യണം. പേരെന്താ? ആ പേരിനാണ് ഇമ്പോർട്ടൻസ്. നമുക്ക് സ്വാഗതം ചെയ്യാം കിൻഷ. കൊന്നപ്പൂവേ കൊന്നപ്പൂവേ കുങ്ങിണിപ്പൂവേ, ഇന്നിന്നെ കണ്ടാൽ എന്ത് തോന്നും കിങ്ങിണിപ്പൂവേ, കൊന്നപ്പൂവേ കുങ്ങിണിപ്പൂവേ, ഇന്നിന്നെ കണ്ടാൽ എന്ത് തോന്നും കിങ്ങിണിപ്പൂവേ.
നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. കൊന്നപ്പൂവൊക്കെ വന്നോ, വിടർന്നോ, പിരിഞ്ഞോ? പന്തലിച്ചു. താങ്ക് യു സർ. വളരെ സുരക്ഷയുള്ള സേഫ് ആയിട്ടുള്ള ഒരു പാട്ടെടുത്തു. താങ്ക് യു സർ. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ്. യു ഹാങ് വെൽ. അതാണ് വലിയ പരിക്ക് പറ്റിയില്ല. ടിൽ ചരണത്തിൽ ഒരു 2 ലൈൻ, ഒരു ഫസ്റ്റ് 2 ലൈൻസ് കിൻഷ അങ്ങോട്ട് കിൻഷയായിട്ട് ചേർന്നില്ല, അത്രയേ ഉള്ളൂ. ഒന്നും ഫ്ലാറ്റ് ആവാനുള്ള ഒരു ടെൻഡൻസി. ബട്ട് അതിന് റിപ്പീറ്റ് ഈ ലൈൻസ്, ഓടുന്ന കണ്ണുകൾ, ഒറ്റയൊരാളിന് ആ ലൈൻസ്, അത് വെൻ യു റിപ്പീറ്റ് ആൻഡ് സിങ് പെർഫെക്റ്റ്. അത് മതി, ശരിയാക്കി. ബട്ട് നന്നായി കേട്ടോ. ഗുഡ്. താങ്ക് യു സർ. മഞ്ജരി, കിൻഷയുടെ പഴയ പെർഫോമൻസിനേക്കാളും, അതായത് ഇന്നലത്തെ പെർഫോമൻസിനേക്കാളും ഒരുപാട് നന്നായി. താങ്ക് യു മാം. നല്ല നിഷ്കളങ്കമായ ഒരു പാട്ട്. അത് നമുക്ക് അത് ഫീൽ ചെയ്യാം. നല്ലോണം ഉൾക്കൊണ്ട് നല്ല ക്യൂട്ടായിട്ട് പാടി. അതെ, ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. അവിടെ നിന്നൊരു കൊച്ചുകുട്ടിക്ക് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പാടുന്നത് പോലെ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ഇപ്രാവശ്യം കിൻഷയുടെ കൂട്ടുകാരി കിൻഷ തന്നെ കുറച്ച് ഫ്രണ്ട് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കിൻഷ, രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ റൗണ്ടിനേക്കാൾ നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്വാർട്ടർ ഫൈനലിലെ 2 റൗണ്ടുകളിലും നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇനി മുമ്പിലുള്ളത് ചെറിയൊരു എലിമിനേഷൻ മാത്രമാണ് അല്ലേ? ടെൻഷൻ ഒന്നും വേണ്ട. ടെൻഷൻ മാറ്റാനുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? ഹായ്. രാജാവ് ആ വേഷത്തിൽ നിന്നൊക്കെ മാറി ഹസ്ബൻഡ് ആയിട്ട് ഇരിക്കുകയാണ്. അല്ല, ഇവിടെ കിൻഷ ഇവിടെ മത്സരാർത്ഥിയായിട്ട് വരുന്നു. അപ്പോ ഹസ്ബൻഡ് അത്യാവശ്യം തിരക്കും ബിസിനസ്സും ഒക്കെ ഉള്ള ആളാണ്. നാട്ടിലുള്ള പരിപാടികളൊക്കെ അവിടെ ഉപേക്ഷിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ്. എല്ലാം ഫ്രണ്ട്സിനെയൊക്കെ ഏൽപ്പിച്ച് ജോലി കാര്യങ്ങളൊക്കെ തിരക്കിൽ നിന്നൊക്കെ വിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ എത്തിയതിന് ശേഷം, കിൻഷയുടെ പാട്ടുകളൊക്കെ കേട്ടതിന് ശേഷം കിൻഷയോട് ഒരു കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തായിരുന്നു ആ ആവശ്യം? നീ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണം. അവളെ എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ടാണ്. ഈ വേദിയിൽ വരാനുള്ള ഒരു ഭാഗ്യവും അത് ദൈവാനുഗ്രഹമാണ്. പിന്നെ വന്ന് അവളെ ആ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമാണ്. ഓക്കെ. പിന്നെ പണ്ട് നമ്മുടെ കിൻഷ ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു സൗഹൃദം അല്ലേ? ഒരു സുഹൃത്തായിരുന്നു നമ്മളെ ഇവിടെ എത്തിച്ചത് എന്നൊക്കെ. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്, സുഹൃത്തുക്കളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഉണ്ട് അല്ലേ? ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ആള് കരഞ്ഞോണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്റെ പേര് അവിടെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. അയ്യോ, എന്താണ് ഇപ്പൊ നമുക്ക് ഈ എപ്പിസോഡിൽ വീണ്ടും പറയാം, എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നീ ഇങ്ങോട്ട് വരണമെന്ന്. ആര് പറഞ്ഞു? കിൻഷ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു. അപ്പൊ അവള് എനിക്ക് പറഞ്ഞു അവളാണ് ഇവള്. അവളാണ് ഇവൾ. ഇതാണ് എന്റെ ഫ്രണ്ട് രാഗി, അവളുടെ മകള്. ഫ്രണ്ട് കരഞ്ഞിട്ടൊക്കെ വിളിച്ചു എന്നാണ് പറഞ്ഞത്. കണ്ണം നിറഞ്ഞോ ഫസ്റ്റ് എപ്പിസോഡൊക്കെ കണ്ടപ്പോ? ഭയങ്കര സന്തോഷം കൊണ്ട് വന്ന സങ്കടാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവള് പറയുന്നുള്ളത്. കാരണം പറയാൻ വേണ്ടിട്ടില്ല, അവൾക്കുള്ള കഴിവ് എല്ലാരും അറിയട്ടെ വിചാരിച്ചിട്ട് ഫുൾ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് അത് ഞങ്ങള് പണ്ട് തൊട്ടേ ഉള്ള സപ്പോർട്ടാണ്. ഇപ്പൊ എത്ര വർഷത്തെ സൗഹൃദമാണ് രണ്ടുപേരും തമ്മില്? 7ാം ക്ലാസ് മുതലുള്ള സൗഹൃദമാണ്. അപ്പൊ എന്തായാലും സുഹൃത്തിന്റെ ഈ വിജയം കണ്ടിട്ട് എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. കിൻഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. എനിക്കൊന്നും പറയാൻ പറ്റും. അതായത് ഒരുപാട് ആഗ്രഹിച്ചാണ് കിൻഷ ഇങ്ങനെ ഒരു വേദിയിൽ കാണണമെന്ന് കിൻഷയുടെ ഫ്രണ്ട്. അപ്പൊ ആ ഫ്രണ്ടിനെ നേരിട്ട് എത്തിച്ചിരിക്കുകയാണ് അല്ലേ? ടിവിക്ക് ഒരുപാട് താങ്ക്സ്. ടിവിയില് അമ്മയെ പറ്റി പറയുന്നത് കേട്ടോ? സന്തോഷം. ദീക്ഷിത. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ? 3ാം ക്ലാസ്സിൽ. ടിവിയിൽ കണ്ടോ? ആന്റീനൊക്കെ കണ്ടപ്പോ എന്ത് തോന്നി? സന്തോഷായോ? അമ്മ ഭയങ്കര വിഷമത്തിലായിരുന്നു എന്നാ ആന്റി പറയുന്നത്. ഞാന് ഇവളെന്നെ പറ്റി പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു പോയിണ്ടായിരുന്നു. ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ എന്റെ അമ്മയും നാത്തൂനൊക്കെ ഇരുന്ന് കരയണു. അവർക്കും സഹിക്കാൻ പറ്റില്ല. കാരണം ഒരു കൂട്ടുകാരൻ ഇത്രയും കാലം ഗ്യാപ്പിന് ശേഷം എന്നെ പറ്റി പറയാ. ഞാൻ പണ്ട് ഇവള് പാടുമ്പോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, അയ്യോ അന്നത്തെ പാട്ടാണല്ലോ അവള് പാടുന്ന പറഞ്ഞപ്പോ എനിക്ക് എന്റെ കണ്ണിന് അത്രയ്ക്ക് സങ്കടം വന്നിട്ട് ഞാൻ കരയാണ്ടായിരുന്നത്. അപ്പൊ അവരും കരയാണ്ടായിരുന്നു വീട്ടില്. ഞാൻ ഫസ്റ്റ് പാടിയ പാട്ട് ഇവളെ എപ്പോഴും എന്നെ കൊണ്ട് ക്ലാസ്സിൽ നിന്ന് പാടിപ്പിക്കാറുള്ള പാട്ടായിരുന്നു. ചീരപ്പൂ.
എന്ത് തോന്നി? സന്തോഷമായോ? ഓ സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ആ അപ്പൊ എന്തായാലും വേറെ ഒന്നുമല്ല, ഒരു നന്ദി പറച്ചിലാണ്. കിൻഷയെ പോലൊരു മ്യൂസിക്കൽ വൈഫിനെ ഞങ്ങൾക്ക് തന്നതിന് ഫ്രണ്ടിനോട് നന്ദി പറയുന്നു. രാഗിക്ക് കിൻഷ, ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് എലിമിനേഷനിൽ കണ്ടുമുട്ടാം. ഓക്കെ ഓക്കെ. എന്താ അവിടെ എഴുത്തും കുറിയൊക്കെ നടക്കുന്നുണ്ടല്ലോ? അടുത്ത പാട്ടിനെ കുറിച്ച് ആലോചിക്കാണ്. ഓ എന്താ അടുത്ത ക്യാരക്ടർ ആയിരിക്കും. ക്യാരക്ടർ റൗണ്ടാണ്. ആണോ? ആ ഞാൻ വിചാരിക്കുക തലസ്ഥാനത്ത് നിന്ന് ഒരു മത്സരാർത്ഥി ഇറക്കിയാലോന്ന്. ആഹാ, ഇറക്കാം. യെസ്, അപ്പൊ സ്വാഗതം ചെയ്താലോ അടുത്ത മത്സരാർത്ഥിയെ? വിളിക്കൂ. ലെറ്റ്സ് വെൽക്കം ധന്യ.
ഇതെന്നൊരു കൊച്ചു കുട്ടിയെ പോലെ കൗതുകത്തോടെ നോക്കി കാണാൻ എനിക്കിഷ്ടം. ഈ മൂളിയൊക്കെ കത്തുന്നത് അല്ലേ, ഇപ്പൊ കുറ്റി സത്യം അല്ലേ? നമ്മളെ കുട്ടിക്കാലത്തേക്ക് പോകുന്നു. ധന്യക്ക് അങ്ങനെ തോന്നാറുണ്ടോ? തോന്നാറില്ല. പാട്ടിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? വോയിസ് ഇതായിപ്പോയി, ഡ്രൈ ആയിപ്പോയി. അപ്പോഴത്തേക്ക് പാടണോ നിർത്തണോ എന്ന് എനിക്ക് അറിയാൻ വയ്യണ്ടായിപ്പോയി. നിർത്തിയില്ലല്ലോ അല്ലേ? ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നോ? പാടിയത് കിൻഷൊക്കെ ഓക്കെ ആയിരുന്നോ? നമുക്ക് ചോദിക്കാം അവിടെ അല്ലേ. മഞ്ജരി, ഞങ്ങളും കൺഫ്യൂസ്ഡ് ആണ്. ഞാനത് ആലോചിച്ചത് തന്നെ എന്ത് പറ്റി പെട്ടെന്ന്. അത്രയും നേരം നന്നായിട്ട് പാടി വരുമായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇരുന്ന് ആസ്വദിച്ച്, ഓ എന്തൊരു പാട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു വലിയ കൈയടി, ഈ പാട്ട് സെലക്ട് ചെയ്തതിന്. വേറെ തന്നെ ഒരു തലത്തിലേക്ക് എത്തിയത്. വയലൻസ് ഫ്ലൂട്ട്, ഓ മൈ ഗോഡ്, സൂപ്പർ, ഐ ലവ് യു. ഗംഭീരായിട്ടുള്ളൊരു പാട്ട്. അത് നല്ല ഭാവത്തിലാ പാടി വന്നത്. മുഴുവൻ നല്ല ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ എന്തായിരുന്നു ഇവിടെ അഭിനയമൊക്കെ. ഓ ഒരു സിനിമാ നടിയെ പോലെ ഭയങ്കര ക്യാരക്ടറായിട്ട് ഗംഭീരമായിട്ട് അഭിനയൊക്കെ ചെയ്ത് സുന്ദരിയായിട്ടുണ്ട് ഈ ഡ്രസ്സിൽ കാണാനൊക്കെ. എനിക്കൊന്ന് കണ്ണു വിട്ടതാണോ എന്താണെന്നറിയില്ല. ആ സ്ഥലത്ത് അവിടെ നിർത്തിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരു ലൈൻ എടുത്തു, വീണ്ടും നിർത്തി. ഞങ്ങൾക്കത് വിഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വെച്ചാൽ പാടാൻ പറ്റില്ലല്ലോ ആ ഭാഗങ്ങൾ എന്നുള്ളതേ. അതിപ്പോഴും അത് എന്താണെന്നുള്ളത് എനിക്കും പിടികിട്ടിയിട്ടില്ല. വോയിസ് ഡ്രൈ ആണെന്ന് പറയുന്നു. വോയിസ് ഡ്രൈ ആയിപ്പോയി. അപ്പൊ ഇങ്ങനെ വരുന്നില്ല, വാക്കുകൾ ഇങ്ങനെ വരാതെ ഇങ്ങ് സ്റ്റക്കായി പോയി. അപ്പൊ പിന്നെയും ഞാൻ പാടും തോറും ഇതിങ്ങനെ വന്നോണ്ടിരിക്കുക. എന്താ ചെയ്യാ, ഓരോ ദിവസം ഓരോ ജസ്റ്റ് ഒരു ലക്ക്, ഒരു ഹാർഡ് 5 മിനിറ്റ് അല്ലേ, ആ ഒരു 5 മിനിറ്റ് പെർഫോമൻസ്. നമ്മൾ എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും ആ സ്റ്റേജിൽ വന്ന് അവിടെ പാടുന്ന ആ 4 മിനിറ്റ് 5 മിനിറ്റ് അതാണ് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അത് കോമ്പറ്റീഷൻ ആയാലും വേദിയിലായാലും എവിടെയായാലും വളരെ വിഷമായി പോയി. പാടിയതൊക്കെ ഗംഭീരായി, നല്ല കിൻഷയായിരുന്നു. പക്ഷെ ആ നിർത്തിയതും അതിനുശേഷം പാടാൻ പറ്റാത്തത് എനിക്ക് മനസ്സിലാക്കാം. ധന്യക്കുള്ള അതേ വിഷമം അമ്മയ്ക്കും അവിടെ ഉണ്ട്. അമ്മ ഇരുന്ന് പ്രാർത്ഥനയായിരുന്നു ആദ്യം മുതലേ. ഞാൻ ആ അമ്മയുടെ മുഖം കാണുമ്പോൾ എനിക്ക് ധന്യയുടെ അതേ ഫേസ്, സെയിം ഫേസ് ഇങ്ങനെ ആലോചിച്ചു. അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാരും കൂടെ വല്ലാണ്ടായി പോയി. എല്ലാം. പിന്നെ ഇതിൽ എന്താന്ന് വെച്ചാല് നമ്മുടെ ടോപ്പ് ബാൻഡ്, അവർക്കൊരു വലിയ കയ്യടിയാണ്. ആ ഒരു സപ്പോർട്ടിന് എല്ലാരും പാടി തുടങ്ങി. അതിനൊരു വലിയ ഒരു താങ്ക്സ് ധന്യക്ക്. എല്ലാരും ഒരുമിച്ച് ഒരു മ്യൂസിക്കൽ ഒരു ബോണ്ടിങ് ആണ് ശരിക്കും ഈ പാട്ടിൽ. ആ പാടാതിരുന്നത് കൊണ്ട് എല്ലാരും ഒരുമിച്ച് പാടി. ഇറ്റ് വാസ് വെരി നൈസ്. സത്യം പറഞ്ഞാൽ ആ ഒരു ഇങ്ങനെ വോയിസ് ഇങ്ങനെ വരുന്നുണ്ട്, വായിന്ന് വരുന്നില്ല, ട്രൈ ആയിട്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാരും കൂടെ പാടിയപ്പോ തന്നെ എനിക്ക് എന്തോ സങ്കടമൊക്കെ വന്നുപോയി. സംഭവിക്കും സാരല്ല. ചേട്ടാ, അതെ ധന്യ, ഇപ്പൊ ഞങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഇടം, ഫോർ എക്സാമ്പിൾ ബിഗിനിങ് പാടാൻ പറ്റിയില്ല, അവിടെ നിർത്തിയിട്ട് തുടങ്ങാം. പാട്ടിന്റെ ഏറ്റവും എൻഡ്, അവസാനം അതുവരെ നന്നായിട്ട് വന്ന് അവിടെ വരികൾ മറന്നു. ഒന്നും ഞങ്ങൾക്ക് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. അത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ വരുമ്പോൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കുറച്ച് വരികൾ ഇടുക. അവിടെ രചയിതാവ് ആവേണ്ടി വരും. അതൊരു ഒരു ഒരു ബ്ലാങ്ക് ഇതായിട്ട് വിടരുത് ഒരിക്കലും. സോ ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ്. സങ്കടം വരുന്നു എനിക്കും. ഇതുവരെ എല്ലാം നന്നായിട്ട് പോയിട്ട് ഇവിടെ വന്ന് അവസാനം അല്ലേ. ജസ്റ്റ് ലീവ് ഇറ്റ്. ദെയർ ആർ certain days when you do well, certain days when you cannot do anything. എല്ലാ ആർട്ടിസ്റ്റ്, എല്ലാ പെർഫോമേഴ്സ്, അവരുടെയും എല്ലാവർക്കും ഇങ്ങനത്തെ ദിവസങ്ങളുണ്ട് അവരുടെ ലൈഫ്. സോ ജസ്റ്റ് ലീവ് ഇറ്റ്, ഫോർഗെറ്റ് ഇറ്റ്. അത്രേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അകത്തൊരു നല്ല കാര്യം ഞാൻ കാണുന്നത്, അവിടെയൊക്കെ വരി മറന്നെങ്കിലും ലാസ്റ്റ് വീണ്ടും അതൊക്കെ ബാക്കി ഫിനിഷ് ചെയ്തു. പാട്ട് വൃത്തിയായിട്ട് ഫിനിഷ് ചെയ്തു, ചിരിച്ചുകൊണ്ട് പാടി. ആ ഒരു ടെൻഷൻ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. ധന്യ, നമ്മുടെ ക്വാർട്ടർ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലാത്ത അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ അല്ലേ? ഇങ്ങനെ ഒരു വേദി പെട്ടെന്ന് ലൈഫിൽ സംഭവിക്കും എന്ന് വിചാരിച്ചിരുന്നോ? ഒരിക്കലില്ല. അതൊക്കെ നടന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോ ഇനിയുള്ള ഇതും വളരെ ഈസി ആയിരിക്കും.
കേട്ടോ? Okay. അപ്പോ ഡോണ്ട് വെറി, ടെൻഷൻ ഒന്നും വേണ്ട. ഇല്ല. അപ്പൊ ടെൻഷൻ മാറ്റാൻ നമുക്ക് രണ്ടുപേരെ ഈ വേദിയിലോട്ട് വിളിച്ചാലോ? ആ. ആരൊക്കെയോ വിളിക്കുക സാധ്യത? പപ്പയും മമ്മയും വിളിക്കൂ. മോനും. ആ, വിളിച്ചോളൂ. ഒരുപാട് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആ സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നത് ധന്യയുടെ പാട്ടൊക്കെ കേട്ടിട്ട്. എന്ത് തോന്നി ഈ പാട്ടൊക്കെ കേട്ട്? എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജിലാണ് ആദ്യമായിട്ട് വരുന്നത് അല്ലേ? അതെ, ആദ്യമായിട്ടാണ്. ഓക്കെ, എങ്ങനെ ലൈവായിട്ട് പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോ എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. ഒപ്പം ഇവിടെ വരാൻ പറ്റിയതിലും ഇങ്ങനെ ഒരു സ്റ്റേജ് എൻ്റെ മോക്ക് കിട്ടിയതിലും വലിയ സന്തോഷമുണ്ട്. മോൾ നന്നായിട്ട് പാടുന്നൊരു കുട്ടിയാണ്. ഇന്നിപ്പോ ഇവിടെ പാടിയതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതെ, നന്നായി പാടി. നമ്മള് ധന്യയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എന്തോ എല്ലാ ദിവസവും നമുക്ക് ഒന്നുപോലെ ആയിരിക്കത്തില്ലല്ലോ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം കേട്ടോ. അച്ഛാ, മോളിതാ അടുത്തുണ്ട്. നന്നായി പാടിയോ? പാടിയിട്ടുണ്ട്. ആള് കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു. ആൾക്ക് കുറച്ച് വാക്കുകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും സാരമില്ല. അല്ലേ? അതൊന്നും സാരമില്ല. അത്രേ ഉള്ളൂ. ഇത്ര ഒരു വലിയ വേദി കിട്ടിയതിന്റെ ഒരു ടെൻഷനായി. എന്താണ് ഇപ്പോ മോളോട് എന്തെങ്കിലും പറയാനുണ്ടോ? മോൾ ഇവിടെ വരെ എത്തിയല്ലോ, അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട്. അതെ, ന്റെ മുമ്പേ ഒക്കെ പഠനങ്ങള് ടിവിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. നമുക്ക് ഞാൻ നേരെ കാണാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു ഡിറ്റോ കോപ്പി നിൽക്കുന്ന പോലെ ഉണ്ട് അമ്മയുടെ അത്യമുഖം. അമ്മ ഒരു ഉമ്മ കൊടുത്തേക്ക് ധന്യക്ക്, ആ ഒരു ടെൻഷൻ അങ്ങ് മാറട്ടെ. ഇനി ഈ അമ്മയ്ക്ക് മോനും ഉമ്മ കൊടുക്കണമെന്നുണ്ടോ? വേണോ? അപ്പൊ തന്നെയാ എന്തായാലും ക്വാർട്ടർ ഫൈനലിൽ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ടെൻഷനൊന്നും വേണ്ട, എലിമിനേഷൻ ആണ് വരുന്നത്. നമുക്ക് അപ്പൊ ടെൻഷൻ അപ്പൊ കൂളായിട്ടിരിക്കാം കേട്ടോ. നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ അല്ലേ? അത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി നമുക്ക് അടുത്ത സെമി ഫൈനൽ കാണും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അച്ഛാ, താങ്ക് യു. അമ്മ ശരി. അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം തുടർന്നാലോ? അടുത്ത മത്സരാർത്ഥി വരുന്നത് അങ്ങ് ഖത്തറിൽ നിന്നാണ്. നസ്നി, സ്വാഗതം. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് 4 മുഴം വീരാളി പട്ട് വേണം, തുളുനാടൻ തല വേണം, തുളുശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യില് മൈലാഞ്ചി വേണം. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് കിരുകീരെ ചേരപ്പിട്ട് കസവിന്റെ കമ്മലിട്ട് അരയന്നപ്പീട പോലെ കുണുങ്ങും ഞാൻ. യാസീനോദി കഴിയുമ്പോൾ ജാരം മൂടി മടങ്ങുമ്പോൾ മോദിൻ കുട്ടി വൈദ്യര കെട്ടി പാട്ട് പാടും. തിന്തത്താന തിന്തത്താന തിന്ത തിന്തിന്നാനോ തന തന താന തിന്തത്താന തിന്ത താനിന്നാനോ. നാദാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിന് 4 മുഴം വീരാളി പട്ട് വേണം, തുളുനാടൻ തല വേണം, തുളുശ്ശേരി വള വേണം, മാല വേണം, മക്കന വേണം, മൈലാഞ്ചി വേണം, കയ്യില് മൈലാഞ്ചി വേണം.
നസ്നി യെസ് എന്താണ് കലക്കിയോ? കലക്കി കലക്കി കുടിച്ചു. കലക്കി കുടിച്ചു. കലക്കി കുടിച്ചു എന്നാണ് പറയുന്നത്. അതെ. കലങ്ങിയോ ശരിക്കും? നസ്നി യെസ് സർ. സത്യസന്ധമായി ആ. എങ്ങനെ ഉണ്ടായിരുന്നു? സത്യസന്ധമായി എന്ന് പറയുമ്പോ കള്ളം പറയരുത്. ഞാൻ കള്ളം പറയും. അതെന്താ? ഞാൻ നന്നായി പാടിയില്ല. അത് കള്ളല്ലേ? മനസ്സിലായില്ല. ഞാൻ നന്നായി പാടിയില്ല. ഈ പാട്ട് കമ്പോസ് ബൈ രാഘവ മാസ്റ്റർ. നോട്ട്സ് ഒരു നോട്ട്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സ് എത്തണം അല്ലേ? വീരാളി പട്ട് വേണം. ആ പട്ട് അവിടെ എത്തിയാലേ കിട്ടൂ. അവിടെ എത്തിയില്ല ഇല്ല. ഒരിടത്തും. അത് പോട്ടെ, വീരാളി പട്ട് വേണ്ട അല്ലേ? എന്നാലോ ഈ തുള്ളിശ്ശേരി തള വേണ്ടേ? അതെങ്കിലും വേണ്ടേ? മൈലാഞ്ചിയോ? പോട്ടെ, വിടല്ലേ. നമ്മുടെ നസ്നിയല്ലേ? അതെ. അച്ഛനെ പറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാ സ്റ്റേജ് കയറി കഴിഞ്ഞാൽ പെർഫോമൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത്. നാദാപുരം പള്ളിയിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കി കോൺഫിഡന്റ് ആയിട്ട് എല്ലാരെയും നോക്കി ചിരിച്ചങ്ങ് പാടും. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒന്ന് നസ്നിക്ക് ട്രൈ ചെയ്യാം. പറ്റാത്തോണ്ടല്ല, ഒരു സ്ട്രെയിൻ ഉള്ള പോലെ തോന്നി. ഒരു ക്ഷീണം ആൾക്കല്ല, ശബ്ദത്തിന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ പുറത്തു വരട്ടെ. കുറെ എൻഡിങ്സ് ഇല്ലേ, ഓരോ വാക്കിന്റെയും അവസാനം ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് ശ്വാസം തീർന്നു പോകുന്നു. അപ്പൊ അത് എൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കൃത്യമായിട്ട്. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായും. അപ്പൊ എന്തായാലും വേറെ ഒരാൾ അവിടെ ഇരുന്ന് ആസ്വദിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന് ആ പെർഫോം ചെയ്തതിന്റെ ക്ഷീണത്തിലാണെന്ന് തോന്നുന്നുണ്ട്. ചാരി കിടപ്പായി അവിടെ. ഇവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സിംഗ് സെൻസ് അടിപൊളിയാണ്. അടിപൊളിയാണ്. താങ്ക് യു. ഞാൻ ഏത് കളർ ഡ്രസ് ഇട്ടാലും മൂപ്പരുടെ സെയിം ഇടും. അതൊരു പൊരുത്താന്ന് വിചാരിക്കുന്നുണ്ട്. അത് അറിയാതെ ഇടുന്നതാണ്. അറിയാതെ അറിഞ്ഞുകൊണ്ട് ഇട്ടിട്ടില്ല ഇതുവരെ. ഞാൻ എപ്പോഴും ഇടുമ്പോഴും ഈ സെയിം ഇട്ട് വരുന്നുണ്ട്. അതാ ഞാൻ മനസ്സിലല്ല. ഈ ആള് ഡ്രസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇല്ല, അറിയാതെ ഇങ്ങനെ ഇട്ട് പോവും. പക്ഷെ മാച്ച് ആയിട്ട് കണ്ട് വരും. അത്രേ ഉള്ളൂ. പാടിയത് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങനെ എല്ലാരും ഇല്ലേ, സുൽഫിക്ക് എന്തായാലും ഇഷ്ടായി. ശരി, അപ്പൊ നസ്നി ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ 2 പെർഫോമൻസുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് മുൻപിലുള്ളത് എലിമിനേഷൻ ആണ്. അതിനു മുമ്പ് ഒരു ചെറിയ വീഡിയോ ഉണ്ടല്ലോ, കാണാം. ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുനാൾക്ക് തന്നെ അവള് പാട്ട് ഒരു ബന്ധം പാടാനൊക്കെ തുടങ്ങി. പിന്നെ ഒരു 12-13 വയസ്സിൽ പിന്നെ അവള് ആൽബത്തിലേക്ക് ഇറങ്ങി. ആൽബങ്ങളൊക്കെ ഒരുപാട് അഭിനയിച്ചു. 13-14 വയസ്സിലൊപ്പം പെട്ടെന്ന് മരിച്ച്. പിന്നെ ഞങ്ങളെ സാഹചര്യം വളരെ മോശമായിരുന്നു. പിന്നെ അവളായിട്ട് ഞാൻ പ്രോഗ്രാമിന് പോക്ക് തുടങ്ങി. 14 വയസ്സിൽ പിന്നെ ഞാനും മോളും ഞങ്ങൾ വാടകയ്ക്കായിരുന്നു. ഇപ്പോഴും വാടകയ്ക്ക് തന്നെയാണ്. അപ്പോൾ സാഹചര്യം മോശം, ഞങ്ങൾ പോയി. ഒരുപാട് വിഷമങ്ങളൊക്കെ ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഒരുപാട് ഓരോരുത്തർ ഞങ്ങൾ കുത്തുപാട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഫാമിലികളൊക്കെ. അവൾ നല്ല മിടുക്കായിരുന്നു. അവൾ അഭിനയിക്കാനും പിന്നെ പ്രോഗ്രാമിന് പോയിട്ടൊക്കെ നല്ല ഇതിന് ആ പൈസ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളൊക്കെ ജീവിച്ചിരുന്നത്. പിന്നെ അവൾ ആങ്ങളുടെ ഗൾഫിൽ പറഞ്ഞയച്ചതും അവൾ സമ്പാദിച്ച കുറച്ച് പൈസ ഉണ്ടായിരുന്നു പ്രോഗ്രാമിന് പോയ, അതുകൊണ്ടൊക്കെ തന്നെ അവനും ഗൾഫിൽ പറഞ്ഞയച്ചത്. ഈ കേട്ടൊക്കെ സത്യാണോ നസ്നി? സത്യം. ആര്യായിട്ട് 14-ാമത്തെ വയസ്സില് വീട് മുഴുവൻ നോക്കി. ഷോ, നസ്നിയോടുള്ള എൻ്റെ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ശരിക്കും ഇങ്ങനെ ഒരു വീടിന്റെ ഭാരം മുഴുവൻ എടുത്ത് ഇക്കാനെ ഗൾഫിലേക്കൊക്കെ അയച്ച് സമ്മതിച്ചിരിക്കുന്നു നസ്നി. ജീവിതത്തിലെ എല്ലാ പ്രാരബ്ധങ്ങളും ഏറ്റെടുത്ത ആളാണ്. ആളെങ്ങനെ ചിരിച്ചിരിക്കുന്നതിന്റെ ഒരു പിറകിൽ അതാണെന്ന് തോന്നുന്നു. ഒരുപാട് ഉമ്മ പറഞ്ഞില്ലേ, ഒരുപാട് കുത്തുവാക്ക്, ഒരുപാട് പരിഹാസങ്ങളും ഒക്കെ അനുഭവിച്ചത് നിന്നും. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞോളൂ. യാതൊരു വിഷയമില്ല. ഇതല്ല, ഇതിന്റെ അപ്പുറം കടന്നാണ് ഇവിടെ എത്തിയത്. അതെ, ആ കോൺഫിഡൻസ് ആണ് ശരിക്കും. നസ്നി, ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. തീയിൽ കൊടുത്തപ്പോൾ എലിമിനേഷനിൽ പാടില്ല. നസ്നി, ഞങ്ങളുടെ റെസ്പെക്ട് ഒക്കെ ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഒരുപാട് സ്നേഹം. ആ ഫാമിലി എല്ലാരും ചിരിച്ചു കാണുമ്പോൾ ശരിക്കും ഈ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു കണ്ണ് നിറഞ്ഞു പോവാ. ഞാൻ കരഞ്ഞാന്ന് വന്ന് കെട്ടിപ്പിടിക്കാമോ?
ഒരു ഉമ്മ തരാമോ? ഒരു ഉമ്മ തന്നാ. അന്ന് വാ വേണു സാറും വാ. വേണ്ട വേണിച്ചേട്ടാ ഞാൻ വേണമെങ്കിൽ വേണിച്ചേട്ടാ ഞാൻ വേണമെങ്കിൽ അറിയാം. എന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. എന്നെ വേണമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തന്നു. അപ്പൊ ഇനി കറിയില്ല. ഇത്ര റൗണ്ട് കൂടെ എത്തിയാലോ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇനി കറിയില്ല എന്തായാലും. സന്തോഷായി. താങ്ക് യു. സുന്ദരിയായിട്ടുണ്ട്. എന്നും ഈ സൗന്ദര്യവും ഈ ചിരിയും കൂടെ തന്നെ ഇരിക്കട്ടെ. ഞാനെന്നാ കൊണ്ട് ചെല്ലട്ടെ. കെട്ടിപ്പിടുത്തം കിട്ടിയല്ലോ, ഉമ്മ കിട്ടിയല്ലോ. താങ്ക് യു ചേച്ചി. എല്ലാവർക്കും കിട്ടിയിട്ടില്ല. ഇതെന്താ എന്താ ഗ്രാൻഡ് ഫിനാലെ? ഞാനതാ വിചാരിച്ചോണ്ടിരിക്കുന്നത്. വരുന്നവരും പോകുന്നവരൊക്കെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, ഐ ലവ് യു പറയുന്നു. ഇത് എന്താ വാട്സ് ഹാപ്പനിങ് ചെയ്യറാ? എനിക്ക് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഐ ലവ് യു പറയുന്നത് ആരുമില്ല. വേണോ? ആരെങ്കിലും വേണോ? വേണ്ട. ഇപ്പൊ വിളിക്കാം. വേണ്ട വേണ്ട വേണ്ട. ആരെ വിളിക്കുന്നു? എന്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. വേണ്ട വേണ്ട. എനിക്കെന്തിനു ഉമ്മ? ഒരു ഉമ്മ കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. വേണ്ടെന്ന്. ഉമ്മയും വേണ്ട. എപ്പോഴും കരയുമ്പോ മഞ്ചേരി കൂടി ഉണ്ടാവില്ല. അപ്പോ താൽക്കാലികമായിട്ട് കരയേണ്ട സിറ്റുവേഷൻ വന്നാ ഇക്കയോട് പറഞ്ഞിട്ട് ഉമ്മ മേടിക്കാം കേട്ടോ. കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി എന്താണുള്ളത്? ഞാൻ ഓർമ്മിപ്പിക്കേണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കും. കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വേണിച്ചേട്ടാ, മഞ്ചേരി ഇപ്പൊ നമ്മള് ഹഗ്ഗിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ ഒരുപാട് കെട്ടിപ്പിടുത്തങ്ങളായി നമ്മുടെ ഈ ഒരു വേദിയിൽ നടക്കുന്നു. ശരിക്കും ഒരു ഹഗ്ഗ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചിലപ്പോ പല രീതിയിലും ഒരു ആശ്വാസം നൽകും അല്ലെ? പല സിറ്റുവേഷനിലും അല്ലെ? നമുക്കൊരു ചില സിറ്റുവേഷനിൽ ഒരു ഹഗ്ഗ് മതിയാവും കൂടെയുള്ള ഒരാളുടെ. നമ്മുടെ മൈൻഡ് തന്നെ മാറ്റിയെടുക്കും അല്ലെ? അതൊരു സ്ട്രെങ്ത് ആണ്. സത്യം. ഒരു ശക്തിയാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. അതെ, ഒരാളിൽ നിന്നും നമ്മൾ കൂടെ ഉണ്ട് അതെ, സപ്പോർട്ട്. അതെ, അത് പലപ്പോഴും നമ്മൾ പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താ അതിനെ കുറിച്ച് പറയാൻ? അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ. ഹഗ്ഗിനെ പറ്റിയുള്ള കുറെ ടോപ്പിക്കുകൾ ഇവിടെ നടന്നല്ലോ. അപ്പൊ ഹഗ്ഗിനെ പറ്റിയിട്ട് ഞാനും എന്റെ പല സ്മരണകളിലോട്ട് പോവായിരുന്നു. സ്മരണയിൽ ആരാണ്? അല്ല, ആരോ ആകാലോ. അങ്ങനെ കെട്ടിപ്പിടുത്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വരായിരുന്നു. ശരി, അപ്പൊ എന്തായാലും ഹഗ് എന്ന ടോപ്പിക് നമ്മൾ എടുത്തു മാറ്റുന്നു. മത്സരം എന്ന ടോപ്പിക് എടുത്ത് വെക്കുന്നു. അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്യൂ. ഓക്കെ, നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വതി.
ഹരിയോ 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 നീലനിലാവിലെ നീലക്കടമ്പിലെ നീർമണിപ്പൂവുകൾ കണി കാണണം നീലനിലാവിലെ നീലക്കടമ്പിലെ നീർമണിപ്പൂവുകൾ കണി കാണണം കാളിന്തിയോളങ്ങൾ നൂപുരം ചാർത്തുന്ന കാളിന്തിയോളങ്ങൾ നൂപുരം ചാർത്തുന്ന പൂവിതൾ പാദങ്ങൾ കണി കാണണം നിന്റെ കായാമ്പൂടൽ കണി കാണണം മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞ പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞ പട്ടാമ്പരം ചാർത്തി നന്ദനന്ദനം ഭജേ 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 നന്ദനന്ദനം. അശ്വതി, ഞാൻ ഒരു തമാശ രീതിയിലൊക്കെ തുടക്കത്തിൽ വന്ന് സംസാരിക്കാന്നാണ് പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ വിചാരിച്ചത്. പക്ഷേ മഞ്ജരിയെ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ വിട്ടു. മഞ്ജരി ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഈ പെർഫോമൻസ് കണ്ടത്. എന്തു പറ്റി? അതായത് അവിടെ പോയി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരയിക്കുന്ന മഞ്ജരി ഇവിടെ ഇരുന്ന് തനിച്ച് കരച്ചിലായിരുന്നു. ഞാൻ ബാലമണിയൊക്കെ ആയിട്ട് വന്ന് ചിരിപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ കടന്നു വന്നത്. പക്ഷെ എനിക്ക് ചിരിപ്പിക്കാൻ തോന്നിയില്ല മഞ്ജരിയെ കണ്ടപ്പോൾ. മഞ്ജരി എന്തു പറ്റി? ആർക്കായാലും ഒരു ഗുരുവായൂർ അമ്പലത്തിലെത്തിയൊരു ഫീലിംഗ് ആയിരുന്നു പാട്ട് കേട്ടപ്പോൾ. ശരിക്കും അവിടെ പോയവർക്കും ആ ഭഗവാന്റെ ഒരു എന്താ പറയുക, ആ ഒരു സന്നിധിയിൽ എത്തിയിട്ടുള്ളവർക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവും. നമുക്ക് ഇപ്പം നടയിൽ തൊഴാൻ നിൽക്കുമ്പോഴും വേറെ ഒന്നും ഇപ്പം മനസ്സിൽ കുറേ ആഗ്രഹങ്ങളും കൊണ്ടായിരിക്കും നമ്മൾ ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ഒരു വസ്തു നമ്മുടെ മനസ്സിലേക്ക് ചോദിക്കാൻ വരില്ല. ആ നട തുറന്ന ആ വിഗ്രഹം കാണുമ്പോഴത്തേക്കും കണ്ണുനീര് കരച്ചിന് മാത്രം. അപ്പൊ ഈ പാട്ടും ആ വിഗ്രഹവും കണ്ടപ്പോഴത്തേക്കും കുറച്ചൊന്ന് കൂടുതൽ ഇമോഷണൽ ആയിപ്പോയി. പിന്നെ ഈ ഒരു പാട്ടിന്റെ അല്ലെ, ഈ പാട്ട് ഈ സംഗീതം നമ്മൾ എത്രത്തോളം അടുപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് പറയുന്നത് മ്യൂസിക്. അതെ, അതെല്ലാം കൊണ്ടും നമുക്ക് പെട്ടെന്ന് അമ്പലത്തിൽ എത്തിയ പോലെയും ഭഗവാനെ കണ്ട പോലെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആണ്. അപ്പൊ ആ പാട്ട് ത്രൂ ഔട്ട് അത് കേൾക്കുമ്പോഴേ നന്ദനന്ദനം എല്ലാവരും കോറസ് പാടുമ്പോഴും എല്ലാം ഉള്ളില് ആ അമ്പലത്തിൽ പോയതും അതൊക്കെ മനസ്സിലേക്ക് കൂടി ഇങ്ങനെ ഓടി എത്താണ്. അമ്പലത്തിൽ എത്തിയ ഒരു ഫീലിംഗ് ഉണ്ടാക്കി തന്നത് ഫ്ലവേഴ്സാണ്. അപ്പൊ ഈ ഒരു വേദിക്ക് ഒരുപാട് നന്ദി. ഈ പാട്ട് സെലക്ഷൻ ഗംഭീര സെലക്ഷൻ. താങ്ക് യു മാം. താങ്ക് യു മോളെ, താങ്ക് യു. അശ്വതി, പെർഫോമൻസ് വാസ് സൂപ്പർ, നന്നായിരുന്നു. പാട്ട് ചെറിയ സ്ലിപ്സ് ഓഫ് ഇന്ത്യ സംഭവിച്ചു. സാധാരണ ചിറക്കി വീഴുന്ന ആ ഏരിയയിലൊക്കെ ഒന്ന് തന്നെ തിരിച്ച് കയറി, ബട്ട് തെന്നലുണ്ടായി എന്നുള്ളതാണ് ഒരു വാസ്തവം. ബട്ട് പാട്ടിനെക്കാട്ടിലും ഉപരി ഭക്തി മുഴച്ചു നിൽക്കുന്ന ഒരു പെർഫോമൻസ്. അതുകൊണ്ട് ഞാനും
ലൈക്ക് മഞ്ജരി ഇതിൽ ഒരു ഫോർ ദ പെർഫോമൻസ് ആണ് വിലയിരുത്തിയത്. അശ്വതി കസിനാണ് അല്ലേ? അപ്പോ അതാ സാക്ഷാൽ കൃഷ്ണനായിട്ടാണ് ഇവിടെ വന്ന് ഞെട്ടിച്ചു. എന്താണ് പേര് കസിന്റെ? ദൃശ്യ. ദൃശ്യ എന്ത് ചെയ്യുന്നു? ഞാന് PG കഴിഞ്ഞ് വർക്ക് ചെയ്തിരുന്നു. ടീച്ചറാണ്. ഈ വർഷം PSC എന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച് കൂടെ സപ്പോർട്ടിന് കൂടെ കട്ടയ്ക്ക് നിന്നതിന്. എന്തായാലും താങ്ക് യു. അശ്വതി മകളാണോ അവിടെ വന്നിട്ടുള്ളത്? ഹായ്, അമ്മയുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. ഇഷ്ടപ്പെട്ടു അല്ലേ? മോളുടെ പേരെന്താ? ശ്രീഭദ്ര. ശ്രീഭദ്ര. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ? 6th. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അശ്വതി ടെൻഷൻ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ? സർപ്രൈസ് കൊടുക്കാം. മിസ് ലൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3യുടെ പ്രത്യേകത തന്നെ അതാണല്ലോ, ഫുൾ സർപ്രൈസ്. ഒരു സർപ്രൈസ് ആയാലോ? ആവാ അല്ലേ? ഓക്കെ, എന്നാ അവിടെ നോക്കിക്കോളൂ. ഹായ് അശ്വതി. ഹായ്, ഹലോ. പറഞ്ഞോ. നമസ്കാരം സർ. നമസ്കാരം വേണു സർ. നമസ്കാരം മഞ്ജരി മാഡം. നമസ്തേ. ഹായ്. എങ്ങനെയാ ലൈക്കിംഗ് ദ ഷോ? ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. അശ്വതി ഇവിടെ നല്ലൊരു പാട്ട് കൊണ്ടുവന്നു, ഞങ്ങളൊക്കെ കരയിച്ചു. കണ്ടോ? പെർഫോമൻസ് കണ്ടില്ലേ അശ്വതിയുടെ? ആ പെർഫോമൻസ് കണ്ടു. വളരെ ഇഷ്ടപ്പെട്ടു. അവള് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു നെർവസ്നെസ് ഉണ്ട് ഡാൻസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ. ഡാൻസ് ചെയ്യുന്ന ആളാണ്. ഇവിടെ എല്ലാ ഭാര്യമാരുടെയും കൂടെ അവരുടെ ഭർത്താക്കന്മാര് പെർഫോം ചെയ്തു. അപ്പൊ അശ്വതി അത് ഒരുപാട് മിസ് ചെയ്തു. അതായിരിക്കും. എന്തായാലും അശ്വതിയുടെ പെർഫോമൻസുകളൊക്കെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടിരുന്നു. ചെറുതായിട്ട് അവിടെ ഇവിടേക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ട്. അതൊക്കെ ജഡ്ജസ് പറഞ്ഞു ഓൾറെഡി. ഇപ്പൊ ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോയില് പങ്കെടുക്കുമ്പോഴുള്ള ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ട്. ഇത് മുമ്പോട്ടുള്ള ഈ ദൈവം സഹായിച്ച് മുമ്പോട്ടുള്ളതിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അത് മേക്കപ്പ് ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഫോൺ കട്ട് ചെയ്യാൻ പോകണം. പ്രൈവറ്റ് ആയിട്ട് വീഡിയോ കോൾ ചെയ്ത് പറയാം അല്ലേ? താങ്ക് യു സോ മച്ച് ചേട്ടാ. ബൈ. താങ്ക് യു സോ മച്ച്. എല്ലാരോടും പരാതി പറഞ്ഞിരുന്നില്ലേ, എന്റെ ഹസ്ബൻഡ് മാത്രം എന്റെ കൂടെയില്ല പെർഫോം ചെയ്യാൻ, എനിക്കൊരു സപ്പോർട്ട് ഇല്ല. പക്ഷെ ആള് പെർഫോം ചെയ്യാനില്ലെങ്കിലും സപ്പോർട്ടായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ സന്തോഷമായില്ലേ? ഹാപ്പി ആയല്ലോ? ഓക്കെ, അപ്പോ ഇനി നമുക്ക് എലിമിനേഷനിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ അടുത്ത മത്സരാർത്ഥി വരുന്നത് എവിടെ നിന്നാ? അങ്ങല്ല ഇങ്ങ് കൊച്ചി വരാപ്പുഴയിൽ നിന്ന് നമുക്ക് സ്വാഗതം ചെയ്യാം ദീപ.
ഉറങ്ങിയായിരുന്നോ? ഇല്ലല്ലേ? ഇത് പിടിച്ചേ, ഞാൻ എന്തൊക്കെ കാണണം മഞ്ജരി ഇനി ഈ വേദിയില്. ഇതാരാ? ഇതിപ്പോ മഴ പെയ്തേനെ. മഴ ഇത് സ്റ്റുഡിയോ ആയതുകൊണ്ട് അറിഞ്ഞില്ല തോന്നുന്നുണ്ട്. പുറത്തൊക്കെ മഴ പെയ്തു തുടങ്ങി. വൈശാലിയും തകർത്തു, ഋഷ്യശൃംഖലും പൊളിച്ചു അല്ലേ? തകർത്തു. എന്തായിരുന്നു ഇത് ഏത് വനത്തിന്നാ ഇപ്പൊ വശീകരിച്ചു കൊണ്ടുവന്നത്? ചെയ്യില്ലെന്ന് പറഞ്ഞ് മടിച്ചു നിന്നു. ചെയ്തു ഭാര്യക്ക് വേണ്ടി. ആഹാ, എന്തായാലും തകർത്തു. അടിപൊളിയായിരുന്നു, രണ്ടുപേരും തകർത്തു. ക്യാരക്ടർ നേരെ ഇങ്ങനെ കൈയും വെച്ചോണ്ട് വെറുതെ നിന്നത്. ഞാൻ വെച്ചു മുഴുവൻ പാട്ടിൽ നിൽക്കേണ്ടി വന്നാലും ഋഷ്യശൃംഗൻ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഓൺ തപസ്. വൈശാലി തപസ് ഇളക്കി വെളിയിൽ കൊണ്ടുവന്നു. വെളിയിൽ കൊണ്ടുവന്നിട്ടും ആള് ഗൗരവം വിട്ടില്ല. വെയിറ്റ്, ഭയങ്കര വെയിറ്റ്. ടിൽ ആ പടം വരപ്പിച്ച് കൊടുത്തു. അതെങ്കിലും ചെയ്തല്ലോ. മറ്റത് മുഴുവൻ വൈശാലിക്ക് വിട്ടുകൊടുത്തു. ഫുൾ ജോബ്. ദാറ്റ്സ് എ സ്പിരിറ്റ്. ഗുഡ് സ്പിരിറ്റ്. താങ്ക് യു സോ മച്ച്. മഞ്ജരി, വൈശാലി പാടാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയില്. ഋഷ്യശൃംഗൻ ഇങ്ങനെ വലിക്കുന്നു, കറക്കുന്നു, ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നു. അപ്പൊ പാടാൻ കുറച്ച് ഡിസ്ട്രാക്ഷൻ. ഋഷ്യശൃംഗനേക്കാളും കൂടുതൽ ഡിസ്ട്രാക്ട് ആയത് നമ്മുടെ വൈശാലിയാ. വൈശാലിയുടെ തപസ്സാണ് ഇളകിയത്. അതെ, വൈശാലി അസലായിട്ട് പെർഫോം ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പാട്ടും അസലായിട്ട് പാടി. ഇതില് ദീപയ്ക്ക് ഹയർ പോർഷൻസ് പാടുമ്പോൾ എളുപ്പമാണ്. പക്ഷെ അങ്ങോട്ട് താഴത്തെ രജിസ്റ്റേഴ്സ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിലേക്ക് വരുമ്പോൾ, അവിടെയൊക്കെ സംഗതികൾ വരുമ്പോഴത്തേക്ക്. അതാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ത്രൂ ഔട്ട് മുകളിലൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം ഒന്ന് ശരിയാക്കണം. താഴത്തെ കിൻഷ പിണങ്ങിയിരിക്കുകയാണ്. അതൊന്ന് ശരിയാക്കണം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ജഗജില്ലി പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ ആൾക്കൂട്ടാണ് ഈ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിട്ട്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല അഭിപ്രായങ്ങളാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഋഷ്യശൃംഗൻ അതൊരു 10 പ്രാവശ്യം പറയ. ഋഷുന്ന് മാത്രം വിളിക്കരുത്. സിംഗൻ. ഈ സിംഗനെ പറ്റി എന്താണ് പറയാനുള്ളത്? ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു പഠിച്ചിരുന്നെങ്കിലും പിന്നെ ആളായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയത്. എന്ത് തോന്നുന്നു ഈ ഒരു ഗെറ്റപ്പില്? ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റില്ല, അത് തന്നെ വലിയ ഭാഗ്യം. ഇങ്ങനെയൊക്കെ നടക്കുക എന്നുള്ളത്. എന്തായാലും കലക്കി. വൈശാലിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? തപസ് ഇളകിയോ? ഇളക്കിയല്ല പിന്നെ എന്താണ്. ശരി, അപ്പൊ എന്തായാലും രണ്ടുപേരും തകർത്തു. നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ ദീപയുടെ 2 പെർഫോമൻസുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇനിയുള്ളത് എലിമിനേഷൻ ആണ്. പക്ഷെ കല്ലുവല്ലി അല്ലേ, ഇതും കടക്കൂലേ? കടക്കണം. ഓക്കെ. പിന്നെ അത് മാത്രല്ല, ഇപ്പോ ദീപയുടെ ഹസ്ബൻഡിന്റെയും പെർഫോമൻസ് കാണാനായിട്ട് ദീപയുടെ സ്വന്തം നാട്ടിൽ നിന്ന് കുടുംബശ്രീ അംഗങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഈ വേദിയിലോട്ട് വിളിക്കണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. തീർച്ചയായും വിളിക്കണ്ടേ? അപ്പൊ എല്ലാരും വിളിച്ചോളൂ. എല്ലാവരും വാ. എന്തൊരു അച്ചടക്കമുള്ള കുട്ടികളല്ലേ, എല്ലാരും വരിയായി നിൽക്കുന്നു. ഹായ്. നിങ്ങളെല്ലാരും ദീപയുടെ കുടുംബശ്രീയിലെ അംഗങ്ങളാണോ? ആണ്. ദീപയുടെ പാട്ടൊക്കെ കാണാറുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിലെ പാട്ടൊക്കെ കേട്ടോ? എന്ത് തോന്നി? അഭിമാനം തോന്നിയോ? തോന്നി. വേറെ ആർക്കാണ് ദീപയെ പറ്റി പറയാനുള്ളത്? അതെ, അവിടെ ഒരു അമ്മ റെഡിയാണ് മൈക്കൊക്കെ പിടിച്ച്. എറണാകുളം ജില്ലയിൽ കോട്ടുവള്ളി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങൾക്ക് അഭിമാനമായി പറയാനുള്ള ദീപക്ക് 100 ആശംസകൾ എന്റെ പേരിലും കുടുംബശ്രീയുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. അപ്പോ ഒരു നാട്ടുകാരുടെ മൊത്തം അഭിമാനമായിട്ടാണ് ദീപ ഈ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കണം അവൾ വിജയത്തിലെത്തട്ടെ എന്ന്. ഞങ്ങളുടെ അഭിമാനമാണ്. അതെ, ദീപ എന്ത് വേണം, നാട്ടുകാരിതാ ഇവിടെ തൊട്ടപ്പുറത്ത് വന്ന് നിന്ന് പറയുവാണ്, ലോകത്തിനോട് വിളിച്ചു പറയാണ് ഞങ്ങളുടെ അഭിമാനമാണ് ദീപാന്ന്. എന്താണ് ഇവരോട് പറയാനുള്ളത്? നിങ്ങളുടെ കുടുംബശ്രീ ഈ യൂണിറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കുടുംബശ്രീയിൽ മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിലുള്ളതും എന്റെ ബന്ധുക്കളും എല്ലാവരും ഉണ്ട് ഇതില്. ഞങ്ങളുടെ സ്വന്തമാണ് എല്ലാവരും. അപ്പൊ അങ്ങനെയും കൂടി ഉണ്ട്. എല്ലാവരോടും ഒത്തിരി 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 നന്ദി. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം. ഇതുവരെ ദീപ വളരെ പതുങ്ങി നിന്ന ഒരാളാ. ഇവരൊക്കെ വന്നപ്പോഴത്തേക്കാണ് ദീപ ഒന്ന്. അതെ, എന്തായാലും ഈ സുന്ദരികളായിട്ടുള്ള നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരും അമ്മമാരും എല്ലാരും ഇവിടെ വന്ന് നമ്മുടെ ദീപയെ ശരിക്കും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. നിങ്ങൾക്ക് ഇന്നത്തെ ദീപയുടെയും ദീപയുടെ ഭർത്താവിന്റെ ഈ പെർഫോമൻസ് എന്ത് തോന്നി? സൂചിച്ചു നന്നായിരുന്നു. ഇവിടെ ഭയങ്കര കയ്യടി. നിങ്ങൾ 2 സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് കൊള്ളാം നന്നായിട്ടുണ്ട് അഭിനയം എന്നൊക്കെ.
എന്തായാലും ഇങ്ങനെ ഒരു ടീം നിങ്ങളുടെ കൂടെ ഉള്ളത് നല്ലതാ. അതെ, എപ്പോഴും ഒരു എനർജി ആയിരിക്കും. ഇനി മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അതെ ദീപ നന്നാവട്ടെ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണ്? സാറിന് ഞങ്ങളുടെ മാമന് ഭയങ്കര ഇഷ്ടമാണ്, ബാബു എന്ന് പറയും. മാമന് വേണ്ടി ഒരു ഹായ് പറയണം സാറ്. ഹായ് ബാബു, ഹൗ ആർ യു? അതുപോലെ ഡെയിനോളും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യേക ഒരു കുട്ടി നന്ദനമോള് പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ്, ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഭയങ്കര ഫാനാണ്. ആണോ? ആ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നന്ദനമോള് എത്ര വയസ്സായി? വലിയ കുട്ടിയായി, എത്രയാന്നറിയില്ല, വെച്ചാല് ഇപ്പൊ കണ്ടിട്ടൊക്കെ ഒരുപാടായി ഞാൻ. നന്ദനമോൾ എന്റെ ഒരു ബിഗ് ഹായ്. നമ്മൾ അതിൽ അവസാനിപ്പിച്ചിരിക്കും. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ ദീപയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഇനിയും തുടരുക. അപ്പോൾ ഇനിയും സമയം കണ്ടെത്തി വരിക കേട്ടോ. ശരി, അപ്പൊ എന്തായാലും ദീപ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി. താങ്ക് യു.